നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി നായർ. ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. വഴുതക്കാടുള്ള ഡൂൺ പബ്ലിക് സ്കൂളിൻ്റെ സെൻറ്റർ ഹെഡാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 16 ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി 8 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ക്വിക്ക്ലി ആ 8 എണ്ണം ഏതൊക്കെയായിരുന്നു എന്നൊന്ന് നമുക്ക് നോക്കാം. പെർസിസ്റ്റിംഗ്, മാനേജിങ് ഇമ്പൾസിവിറ്റി, ലിസണിങ് ടു അതേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് എംപതി, തിങ്കിങ് ഫ്ലെക്സിബിളി, thinking about our own thinking അല്ലെങ്കിൽ metacognition, striving for accuracy and precision, questioning and posing problems, applying past knowledge on new situations. So I hope you're all trying to practice these habits. Okay? ഇന്ന് നമുക്ക് അടുത്ത 4 എണ്ണത്തിനെ കുറിച്ച് ചിന്തിക്കാം. തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ. നേരത്തെ നമ്മൾ സ്ട്രൈവിങ് ഫോർ ആക്യുറസി എന്നുള്ളൊരു ഹാബിറ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ട്രൈവിങ് ഫോർ ആക്യുറസി എന്ന് വെച്ചാൽ നമ്മളുടെ പ്രവൃത്തിയിൽ ഒരു ആക്യുറസി കൊണ്ടുവരാം. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ആക്യുറസി ഇൻ ആർ സ്പീച്ച് ഓർ ഡീഡ്സ്. എന്താണ്? ക്ലാരിറ്റി വളരെ പ്രധാനമാണ്, അല്ലേ? ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയല്ലേ, ഭയങ്കര നമുക്കത് ഒന്നും കൺഫ്യൂസിങ് അല്ല. നമുക്ക് വളരെ ആ പറയാൻ വരുന്ന ചില ഡയലോഗ്സോ അല്ലെങ്കിൽ ആ പറയാൻ വരുന്ന കഥ എന്താണ് ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ കഥാകൃത്ത് ഉദ്ദേശിച്ചത്. ഒരുപാട് വലിയ വെർബോസ് ആയിരിക്കില്ല, ഒരുപാട് വലിയ വലിയ വാക്കുകളോ ഒരുപാട് വർത്തമാനമോ ഒന്നുമില്ലാതെ നമുക്ക് പറയാനുള്ള കാര്യം വളരെ സ്ഫുടമായിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് സ്പീക്കിംഗ് വിത്ത് ക്ലാരിറ്റി. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കേൾക്കുന്നവർക്ക് കേൾക്കാൻ തോന്നും. ഒരുപാട് ഇങ്ങനെ കഥ പറഞ്ഞ് ഒന്നിൽ റിലേറ്റ് ചെയ്ത് മറ്റേതിലോട്ട് പോയി മറ്റേന്ന് അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ പറയാതെ, അത് ആക്ച്വലി ഈ കേൾക്കുന്ന ആളിനെ ഒരുവിധം ഒരു മണ്ടനായി കരുതുന്നതാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക, കൂടുതൽ പറയാം. അപ്പോൾ എബിലിറ്റി ടു സ്പീക്ക് വിത്ത് ക്ലാരിറ്റി നമ്മൾ എങ്ങനെ മക്കളിൽ അത് പഠിപ്പിച്ചെടുക്കാം? ഒരു കുട്ടി ഒരു കാര്യം വന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടെ ചോദിക്കാം, നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? മോൻ പറ, മോൻ എന്താണ് പറയേണ്ടത്? മോൻ എന്ത് കാര്യമാണ് പറയുന്നത്? അങ്ങനെ ഒരു ക്ലാരിറ്റിയോടെ സംസാരിക്കാനായിട്ട് ചെറുതിലെ തന്നെ കുട്ടികളെ എൻകറേജ് ചെയ്യാം. നമ്മൾ പല പേരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, കുട്ടികൾ കുട്ടിത്തത്തോടെ കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ പേരൻസ് അതുപോലെ പറയാൻ നമ്മൾ ക്ലിയറായിട്ട് പറയാം. നമ്മൾ കുട്ടിയല്ലല്ലോ, നമ്മൾ ക്ലിയറായിട്ട് സംസാരിക്കാം. എന്നാലേ കുട്ടികൾക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ളൊരു ഹാബിറ്റ് വരും. നമ്മൾ അത് എൻകറേജ് ചെയ്യുക, ക്ലിയറായിട്ട് സംസാരിക്കാനുള്ള എൻകറേജ്. അല്ലെങ്കിൽ ആ ലിസ്പിങ് അങ്ങനത്തെ ഉള്ള ഹാബിറ്റ്സിങ് നാക്കിങ്ങനെ വെച്ച് സംസാരിക്കുക, അതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെ വഴക്കും, ഇതെങ്ങനെ സംസാരിക്കുന്നത്, നേരെ സംസാരിക്കുക എന്ന് പറയും, അല്ലേ? അപ്പോൾ സംസാരിക്കുന്ന രീതി മാത്രമല്ല, നമ്മുടെ വാക്കുകൾ കൂടെ ക്ലാരിറ്റിയോട് ചിന്തിക്കുക, ആക്യുറസിയോട് സംസാരിക്കാൻ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കാം. പിന്നെ വേറൊരു ഹാബിറ്റ്, ഗാദറിങ് ഡേറ്റ ത്രൂ ഓൾ സെൻസസ്. നമ്മൾ പല ടീച്ചേഴ്സും ഗാർഡനൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം സെൻസറി അപ്രോച്ച് ടു ലേണിംഗ്, അല്ലേ? സെൻസറി എല്ലാ സെൻസസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഒരു കാര്യം, അത് ഓഫ് കോഴ്സ് ഡീപ്പായിട്ട് പോയാൽ പലതരം ലേണിംഗ് ഉണ്ട്, അതിൽ പല സെൻസസ് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമുക്ക് അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളൊരു നോർമൽ ലൈഫിൽ, ഇത് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, എല്ലാത്തിലും ഗാദറിങ് ഡേറ്റ ത്രൂ ഓൾ സെൻസസ്. നമ്മളൊരു പുതിയൊരു ഫ്രൂട്ട് കണ്ടു, കൗതുകമായിട്ട് നമ്മൾ നോക്കണം. ഇപ്പം ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ ആവക്കാഡോ അല്ലെങ്കിൽ ബിയു ഒക്കെ വന്നു തുടങ്ങിയത്, അല്ലേ? അപ്പം നമ്മുടെ കയ്യിൽ അത് കിട്ടിയാൽ നമ്മൾ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഇതെന്തോ ഇത് ഇത് എന്തോ പോലെ ഇരിക്കുന്നത്, നമുക്ക് അത് കാണുന്നത് പോലെ അത് എന്തുമായിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ഷേപ്പ് കണ്ട് നമ്മൾ ആവക്കാഡോ ആണെങ്കിൽ നമ്മൾ ഇതെന്താ പേരോ, കറുത്ത പേരോ എന്ന് പറയും, അല്ലേ? ജസ്റ്റ് ലുക്ക്. പക്ഷെ ലുക്ക് മാത്രമാണോ? നമ്മൾ ആ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ സെൻസായി, അതിൻ്റെ ഫീലിംഗ് വന്നു. അല്ലെങ്കിൽ കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ്, കാഴ്ചയ്ക്ക് എങ്ങനെയാണ്, എല്ലാം ഇത് ലുക്ക് എങ്ങനെയുണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആവക്കാഡോ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ആനയെ ഡിസ്ക്രൈബ് ചെയ്ത 4 ബ്ലൈൻഡ് മെൻ്റെ സ്റ്റോറി കേട്ടില്ല, അതുപോലെ ആവും. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും, ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ദർ വിൽ ബി ടോട്ടൽ മിസ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ടീച്ചറാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും ഒരു അമ്മയാണെങ്കിലും ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയാണെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയെ എല്ലാ രീതിയിലും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക.
ഹാബിറ്റ്. ഇപ്പം ഒരു ഫുഡ് കഴിച്ചു, ഇപ്പം നമ്മൾ ചെറിയൊരു കാര്യം പറയാം, ഒരു പായസം കഴിച്ചു, പായസത്തിൽ കളറ് നോക്കുമ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, അത് തൊടുമ്പോൾ നോക്കൂ എങ്ങനെയുണ്ടെന്ന് നോക്കൂ, അല്ലെങ്കിൽ അതിൻ്റെ രുചി നോക്കൂ എങ്ങനെയുണ്ട്, മണമുണ്ടോ, നല്ല മണമുണ്ടോ പായസത്തിന്, അല്ലെങ്കിൽ ബിരിയാണി നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ആസാദിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല മണം അല്ലേ, ആസാദിൻ്റെ ആ റിഡുലൻറ്റ് മെമ്മറി അല്ലേ, ഇങ്ങനെ ആ മണം. അപ്പം എല്ലാ സെൻസസിലൂടെയും കാര്യങ്ങൾ. അപ്പം നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ടീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഇൻഡെപ്തായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് വരും, അതുപോലെ അവർക്ക് സംസാരിക്കാനും പറ്റും, അതുപോലെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവ് വരും. അപ്പോൾ ഇത് നമ്മൾ പഠിത്തത്തിൽ മാത്രമല്ല, ബാക്കി നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഈ ഹാബിറ്റ്, ഇപ്പം ഞാൻ കുട്ടികൾ എന്ന് പറയുമെങ്കിലും വലിയവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പിന്നെ ക്രിയേറ്റിംഗ്, ഇമാജിനിങ്, ഇന്നോവേറ്റിംഗ്, ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ. നമ്മളിപ്പോൾ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ വളരെ വളരെ ലൈറ്റായിട്ടുള്ള ഹാബിറ്റ്സ് നിന്ന് കുറച്ചിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട്. എന്താണ് ക്രിയേറ്റിംഗ്? കുട്ടികളെ അല്ലെങ്കിൽ അഡൽട്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇതൊരു ഇൻഫാക്റ്റ് നമുക്ക് നമ്മൾ പല തെറാപ്പീസ് പറയുമ്പോഴത്തേക്കും ഈ ഓക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ട് അല്ലേ, നമുക്ക് ആ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുക. നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾ വളരെ നമ്മുടെ സ്കൂളിലൊക്കെ പ്ലേ ഗ്രൂപ്പ് എന്നുള്ളൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുകയല്ല, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് തന്നെ കൗതുകം തോന്നും ഓരോന്നും. നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഒരു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ആട്ട കുഞ്ഞിന് കൊടുക്കുക, അത് കുഞ്ഞിന് ഇഷ്ടമുള്ള ഷേപ്പിൽ, അയ്യേ ഇതാണോ എന്ന് ഡിസ്കറേജ് ചെയ്യാതെ എന്നിട്ട് അത് കഴിക്കുക. ആ ചപ്പാത്തി മോനുണ്ടാക്കുന്ന അല്ലെങ്കിൽ മോളുണ്ടാക്കുന്ന ആ ചപ്പാത്തി കഴിക്കുക, എൻകറേജ് ചെയ്യുക, എല്ലാം ഉണ്ടാക്കണം. ഒന്നിനും കുട്ടികൾക്കൊരു സങ്കോചം പാടില്ല. എൻ്റെ സ്കൂളിൽ വളരെ വളരെ കാര്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, എൻ്റെ റൂമിൽ ആർക്കും കയറി വരാം, ഏത് കുഞ്ഞിനും ഒരു ഭയവും ഇല്ല. ഇൻഫാക്റ്റ് ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും, മാമിന് പേടിയില്ല. പേടി വേണ്ട, ബഹുമാനം മതി. പേടിക്കണ്ട. നമ്മൾ അഡൾട്ട്സിനെ അല്ലെങ്കിൽ സീനിയേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ കാട്ടി മൂത്തവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിച്ചാൽ മതി, അവരാരെയും ഭയക്കണ്ട. അങ്ങനെ വേണം കുട്ടികളെ വളരാൻ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നോവേറ്റ് ചെയ്യുക, പുതിയൊരു കാര്യം. അപ്പോൾ കുട്ടി റാബിറ്റിനെ പോലെ ചപ്പാത്തി ഉണ്ട്, എൻകറേജ് ചെയ്യുക, അമ്മ ഇതൊരു റാബിറ്റാണ് അമ്മ ഞാൻ ഉണ്ടാക്കി, നന്നായിട്ടുള്ള റാബിറ്റ് കൊള്ളാമല്ലോ നീ. ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടിയെ നമ്മൾ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാം. റെസ്പോണ്ടിങ് വിത്ത് വണ്ടർമെൻ്റ്. എൻ്റെ ഈ എല്ലാ ഹാബിറ്റ്സിലും ഇവർ പറഞ്ഞ ഹാബിറ്റ്സ് ഓഫ് മൈൻഡിൽ എൻ്റെ ഫേവറേറ്റ് ഹാബിറ്റാണ് റെസ്പോണ്ടിങ് വിത്ത് വണ്ടർമെൻ്റ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഹാബിറ്റാണ് വണ്ടർമെൻ്റ്. നമ്മൾ ചെറിയൊരു കുട്ടി ഒരു ഫെയറിന് പോകുമ്പോൾ ജയൻറ്റ് വീൽ കാണുമ്പോഴത്തേക്ക് എന്നിങ്ങനെ നോക്കി നിൽക്കുന്നതും, നമ്മളൊരു അഡൽട്ട് ആദ്യമായിട്ട് ജയൻറ്റ് വീൽ എന്നിങ്ങനെ നിൽക്കുന്നതും രണ്ടാണ് അല്ലേ. ഈ ഒരു ഹാബിറ്റ് വണ്ടർമെൻ്റ് നമ്മൾ ആരും ചെയ്യുന്ന ഒരു കാര്യത്തിൽ, ഇപ്പം നമ്മൾ ഒരു ഡാൻസ് കണ്ടു അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു, നമ്മളങ്ങ് മനസ്സങ്ങ് ഓപ്പൺ ചെയ്തങ്ങ് എൻജോയ് ചെയ്യാം. നമുക്ക് അയ്യോ എന്ത് ഭംഗി, എന്ത് രസം. നമ്മളൊരു കടയിൽ പോകുമ്പോൾ ആരെങ്കിലും ഒരു നല്ല സാരിയോ ഒരു നല്ല ഡ്രസ്സോ എന്തെങ്കിലും, നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി, നല്ല രസമുണ്ട്, അത് നമുക്ക് ഒരു നഷ്ടമില്ല, പക്ഷെ വേറൊരാൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ചിലപ്പം നമ്മൾ മനസ്സ് വളരെ ലോ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ കാണാറുണ്ട് അല്ലേ, നമ്മൾ എല്ലാവരും ആകെ ഡള്ളായിട്ട് ദേഷ്യമായിട്ടിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരു വഴക്കുണ്ടായി, അപ്പം എന്തെങ്കിലും ഫുഡ് സെർവ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വഴക്കാണെങ്കിലും ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല പിണക്കം അതോടെ തീർന്നു. പിണക്കം മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു ഹാബിറ്റാണ് റെസ്പോണ്ടിങ് വിത്ത് വണ്ടർമെൻ്റ്. നമ്മുടെ ചുറ്റും കാണുന്ന, ഇൻഫാക്റ്റ് വേറൊരു ഏരിയ സാധാരണ നമ്മളതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ് വണ്ടർമെൻ്റ്. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മളങ്ങ് എൻജോയ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസിനെ എല്ലാം. നമ്മുടെ മക്കളെ കണ്ടിട്ട് വണ്ടർമെൻ്റ്, അവരെ ചെയ്യുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സ്, എന്തൊരു നല്ല ടീച്ചർ, അല്ലെങ്കിൽ എന്ത് നല്ലൊരു സ്കൂള്, ഞാൻ എന്ത് ലക്കിയാണ് എനിക്കിങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കാനായിട്ട്. ആ ഒരു ഹാബിറ്റ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ നമ്മുടെ ഉള്ളിൽ വളർത്തും. നമുക്കറിയാം, നമുക്ക് കുട്ടികളിലും നമ്മളിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയൊരു ഹാബിറ്റാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 4 ഹാബിറ്റ്സ് ഓഫ് മൈൻഡ്. ഇതോടെ നമ്മൾ 12 ഹാബിറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ നമ്മൾ 4 പഠിച്ചത് ഏതൊക്കെയാണ്? തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ, ഗാദറിംഗ് ഡേറ്റ ത്രൂ ഓൾ സെൻസസ്, ക്രിയേറ്റിംഗ്, ഇമാജിനിങ് ആൻഡ് ഇന്നോവേറ്റിംഗ്, റെസ്പോണ്ടിങ് വിത്ത് വണ്ടർമെൻ്റ്. സോ ഇന്ന് നമ്മൾ 12 ഹാബിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.